ഒരു ചാനലിൽ ഒരു വീഡിയോ ഇടുമ്പോഴേ അതിന്റെ ഫസ്റ്റ് തന്നെ പാളിപ്പോണ നിങ്ങൾ കണ്ടുക്കണോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോളി, ഇത് ഈ കണ്ടോണ്ടിരിക്കണതാണ് പാളിപ്പോണത്. ഞാൻ വലിയ കാര്യത്തിൽ ഒരു ജേണലൊക്കെ തുടങ്ങിയിട്ട് ജേണൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് ഭയങ്കര ചുറുക്കാക്കിയിട്ടൊക്കെ ചെയ്യണം എന്ന് കരുതി ഉണ്ടാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയ ഒരു സാധനമാണ്. ഐ മീൻ ഈ വെള്ളം വന്ന് ഈ വയലറ്റും ഈ റോസും ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ പെയിന്റ് വരും. എന്നിട്ട് ഇങ്ങനെ 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 നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ആ കളർ ഇങ്ങനെ 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 മാറി മാറി വരും. അങ്ങനെയൊക്കെ കരുതിയത്. പക്ഷേങ്കിൽ ഫസ്റ്റ് തന്നെ ചീറ്റിപ്പോയത് ഇപ്പൊ നിങ്ങൾ കണ്ടീല്ലേ. അപ്പൊ ഇനി വേറൊന്നും നോക്കാനില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ കരുതി. അല്ല പിന്നെ വേറൊന്നും ഇപ്പൊ ചെയ്യാനില്ലല്ലോ അതിന്റെ അടിയിൽ കൂടെ. അപ്പോ ഇത് നമ്മളിപ്പോ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ചാനലാണ്. കണ്ടോ ഇവിടെയും കൊളായി, കുഴപ്പമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊളായി കഴിഞ്ഞാൽ പിന്നെ ഇത് മായ്ച്ചാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പേര് അല്ലെങ്കിൽ വേണ്ട, പേരിലൊക്കെ അല്ലെങ്കിൽ എന്തായിരിക്കണത്, പേര് ഇതിലിട്ട പേരും എല്ലാം ഒറിജിനൽ പേരൊന്നല്ല, എന്റെ വേറെ പേരാട്ടിക്കണത്. എന്റെ പേരല്ല, പക്ഷെ എന്റെ വേറൊരു പേരാണ്, ഞാൻ എനിക്കിട്ട പേരാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ പറഞ്ഞു വരുന്നത് അതല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ കഥകളൊക്കെ പറയാനുണ്ട്. അപ്പൊ ഞാനിപ്പോ എങ്ങനെ ഈ കഥകളൊക്കെ നിങ്ങളോട് പറയാന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം, അതായത് നമ്മളിത് ജേണൽ ഇങ്ങനെ ചെയ്യുക, ജേണൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഥകൾ ഇങ്ങനെ പറയുക. പക്ഷേങ്കിൽ ഞാൻ ഈ ചെയ്യണ ജേണലും ഞാൻ പറയണ കഥയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ജസ്റ്റ് കഥ പറയാനൊരു ഒരു മറ്റേ ഇത് ഉണ്ടാവില്ലേ, കഥ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ വേണ്ട കഥ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു ജേണൽ. അപ്പൊ ഞാനിങ്ങനെ കുറേ ജേണലുകൾ ഇങ്ങനെ ചെയ്യും. അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കഥാള് എന്തേലൊക്കെ കഥാൾ ഇങ്ങനെ ഞാൻ പറയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കഥ കേൾക്കലുമായി ജേണൽ കാണലുമായി, എനിക്ക് എന്റെ ജേണൽ ബുക്ക് നിറയലുമായി. എനിക്കാണെങ്കിൽ ജേണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് ജേണൽ ചെയ്യാനൊന്നും അറിയൊന്നുമില്ല. പിന്നെ കൈ കിട്ടണ കുറെ സ്റ്റിക്കറുകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ജേണലാണ് ആയിക്കോളും എന്നുള്ളൊരു അമിതമായ വിശ്വാസം കാരണമാണ് ഞാനിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർത്താനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മലപ്പുറത്ത് എവിടുന്നോ ഒരു എന്താണ് കാട്ടുമുക്കിലാണ് ജനിച്ചത് എന്നുള്ളത്. കാട്ടുമുക്കിലൊന്നല്ല, നാട്ടിൽ തന്നെയാണ്. പിന്നെ കുറെയൊക്കെ കെട്ടിച്ചോടത്തുനിന്ന് കിട്ടിയ തൊള്ളയാണ് ഇമാതിരി തൊള്ളകളൊക്കെ. ഞാൻ ഇങ്ങനത്തെ വർത്താനം ശരിക്കും പറഞ്ഞിരുന്ന ഒരാളൊന്നല്ല. ഞാൻ വളരെ വൃത്തിയാക്കിയിട്ട് മലയാളം പറയാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് പറഞ്ഞു പറഞ്ഞു വരുമ്പോ മുട്ടൻക്ക് മുട എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. ഐ മീൻ എന്നെ കെട്ടിച്ചു വീട്. അപ്പൊ പിന്നെ എന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുക്കണോ? നമ്മളെ മലയാളത്തിലെ ബുക്കിൽ പഠിച്ചത് എന്താ, മുട്ടക്ക് മുട്ടാന്നേ പഠിക്കുന്നുള്ളൂ. ഇവിടെ നമ്മളെത്തിയപ്പോ മുടാന്ന് പറയാൻ തുടങ്ങി. എന്റെ അമ്മോ, ഇത് ആദ്യം പറഞ്ഞപ്പോ എന്താ ഇറ്റങ്ങൾ ഈ പറയണത് ഞാൻ ആലോചിച്ചിരുന്നു. മുടേ ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചിരുന്നു. അപ്പൊ ഈ നാട്ടുകാർ മൊത്തം മുട്ടക്ക് മുടാന്ന് തന്നെ പറയല്. പിന്നെ എനിക്കത് മനസ്സിലായത്, കാരണം നമ്മളൊരു പീടികക്ക് കടയിലേക്ക് പോകുമ്പോൾ അവിടെ പോയിക്ക് മുട്ട അറിയുമ്പോൾ ആടെ ഒരു 10 മുട്ട എടുത്തിട്ട് അറിയും. നമ്മള് വേറെ എന്താ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഫുഡ് കഴിക്കാൻ, ഐ മീൻ ഞാൻ അവിടെ പണിയെടുക്കാൻ പോയിരുന്നു. അപ്പൊ അവിടെ ഫുഡ് കഴിക്കുമ്പോൾ മുട ഇവിടെ നിൽക്കണ പറയും. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇവിടെ മുടയെ പറയല്. മുട മാത്രമൊന്നുമല്ല കേട്ടോ, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇറ്റങ്ങളൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഇഷ്ടമേ. ആദ്യമൊക്കെ